എടാ പിന്നെ ഈ മരം കൊത്തി എന്തിനാണ് ഇങ്ങനെ ചുമ്മാ മരത്തെ പോയി കൊത്തിയിരിക്കുന്നത്? അത് അവർക്കൊരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം തുടങ്ങിയ ഒരു ശീലമാണ്. അതെന്ത് ട്രാജഡി? അതായത് പണ്ട് ഈ കൊത്തണ ശീലം തുടങ്ങുന്നതിന് മുമ്പ് മരം കൊത്തിന്നൊന്നും അല്ലായിരുന്നു ഇതിന്റെ പേര്, വെറും കൊത്തിന്നായിരുന്നു. ഒരു കൊത്തിച്ചെക്കനും ഒരു കൊത്തിപ്പെണ്ണും ഉണ്ടായി. ഒരു നല്ലൊരു പ്രണയ ജോഡികളായിരുന്നു. അപ്പൊ അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൊത്തിച്ചെക്കൻ ചെറുതായിട്ടൊന്ന് ടോക്സിക് ആവാൻ തുടങ്ങി. അവനിങ്ങനെ ചെറുതായിട്ട് കൊത്തണ ശീലം ഉണ്ട്. അത് വെറുതെ ഇരിക്കുന്ന സമയത്ത്, സ്നേഹം കൂടുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ കൊത്തിപ്പെണ്ണിനെ പിടിച്ച് കൊത്തും. ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചെന്ന് കടിച്ചു കൊടുക്കുമല്ലേ? അതേപോലെ നമ്മുടെ കൊത്തിച്ചെക്കന് ഇതേപോലെ ആ പെണ്ണിനെ അവിടെ ഇട്ടൊക്കെ ഒന്ന് കുത്തിത്തുളക്കാൻ തോന്നും. ഇങ്ങനെ ഇവിടെ കാണുന്ന സമയത്തൊക്കെ സ്നേഹപ്രകടനമായിട്ട് അവൻ കാണിക്കണൊക്കെ ഇങ്ങനെ കുത്തണതാണ്. അപ്പൊ അവസാനം ഇങ്ങനെ കൊത്തി അവക്ക് ഇങ്ങനെ വേദനയൊക്കെ സഹിക്കാണ്ടായി. ഇവൻ ഭയങ്കര ടോക്സിക് ആണെന്നും പറഞ്ഞിട്ട് അവള് ഇവനെ തേച്ചിട്ടങ്ങ് പോയി. അയ്യോ, പാവം കൊത്തിച്ചെക്കൻ അവിടെ തകർന്നു പോയി. കുറെ നാളത്തെ ഒരു പ്രേമമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവനിങ്ങനെ കൊത്തി ഇങ്ങനെ ശീലിച്ചു. കാരണം അവളെ കാണുമ്പോ ഇങ്ങനെ കൊത്തി അവൻ ശീലിച്ചോണ്ട് അവൾ പോയതിനു ശേഷം എന്താ, ഇവനാണെങ്കിൽ കൊത്താനും ഒന്നും ഇല്ലാണ്ട് ഇവൻ ആകെ തകർന്നു പോയി. ഇവന്റെ കൊത്തിപ്പണ്ട് എന്നൊക്കെ ഓർത്തിട്ട് അവനിങ്ങനെ വിഷമം കൊണ്ടിട്ട് അവനോടൊരു പാട്ട് പാടും. അത് ഞാൻ നിനക്ക് പാടിത്തരാം. അത് കേട്ട് ഞാൻ ബാക്കി കഥ പറയാം. കൊത്തിപ്പെണ്ണേ കൊത്തിപ്പെണ്ണേ കൊത്തിപ്പെണ്ണേ, കൊത്തിച്ചെക്കൻ നീയില്ലാതെ തേഞ്ഞ് നടക്കുന്നു. കൊത്താൻ തോന്നുന്നു, നിന്നെ തുളയ്ക്കാൻ തോന്നുന്നു. ചുണ്ടും കൊണ്ട് നിന്മേലെ കൊത്താൻ തോന്നുന്നു. കൊത്താൻ തോന്നുന്നു, നിന്നെ തുളയ്ക്കാൻ തോന്നുന്നു. ചുണ്ടും കൊണ്ട് നിന്മേലെ കൊത്താൻ തോന്നുന്നു. വാടി പെണ്ണേ എന്റെ കൊത്തിപ്പെണ്ണേ, നിന്റെ കൊത്തിച്ചക്കന് നിന്നെ കൊത്താൻ തിടുക്കം ആയടി. നീയില്ലാതെ വെറുതെ നിൽക്കും നേരം എന്റെ ചുണ്ടില്ലാകെ നിന്നെ കൊത്താൻ കരിപ്പ് ആണടി. കൊത്തിത്തുളയ്ക്കാൻ വയ്യടി. കൊത്തിപ്പെണ്ണേ കൊത്തിപ്പെണ്ണേ കൊത്തിപ്പെണ്ണേ, കൊത്തിച്ചെക്കൻ നീയില്ലാതെ തേഞ്ഞ് നടക്കുന്നു. അവക്ക് ഹൃദയം തകർന്ന് പാടുന്ന പാട്ടാടി. നീ എന്തിനു ചിരിക്കണത്? കൊത്തിപ്പെണ്ണ് പോയ വിഷമത്തിൽ നമ്മുടെ കൊത്തിച്ചെക്കൻ അവനൊരു കൊത്താൻ ഒരു പെണ്ണ് പോലും ഇല്ലാണ്ട് അവൻ ആകെ അലഞ്ഞിരിഞ്ഞ് കിടക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവനോട് ഒരു കൂട്ടുകാരനുണ്ട്, ഒരു കൊത്തി ഫ്രണ്ട്. അവനെ പോയി കൊത്തുകൂടെ ഇവന്? ഇല്ല കൂട്ടുകാരെ ഒന്നും കൊത്തത്തില്ല. അവൻ തിരിച്ചു കൊത്തൂല്ലേ. ആണുങ്ങളൊക്കെ അങ്ങനെ അഗ്രസീവാണ്. അപ്പൊ കൂട്ടുകാരന്റെ അടുത്ത് നിന്നിട്ട്, എടാ എന്റെ കൊത്തിവാവ എന്നെ ഇട്ടിട്ട് പോയടാ, അപ്പൊ അവളെ എനിക്ക് കൊത്താൻ പറ്റണില്ല എന്ന് പറയാം. അപ്പൊ ഇവൻ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് കിട്ടിയിരിക്കണവനാണ് ഈ കൂട്ടുകാരൻ. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ കഥയിലെ മെയിൻ ട്വിസ്റ്റ് സംഭവിക്കാൻ പോണത്. ഈ കൊത്തി കൂട്ടുകാരൻ പറയും, എടാ ഇതേപോലെ തന്നെ ആയിരുന്നു എന്റെ കൊത്തിപ്പെണ്ണു എന്നെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു മരത്തിൽ ചെല്ലുക, ആ മരം നമ്മുടെ കൊത്തിവാവയാണെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് അതിലിട്ട് മാക്സിമം നമ്മൾ കൊത്തുക. ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് സ്നേഹം വരും. എന്ത് വന്നാലും നമ്മൾ അവിടെ കൊത്തി തുളയിട്ട് തീർക്കുക എന്ന് ഇവന്റെ അടുത്ത് പറയുന്നത്. അത് വർക്കാവെന്ന് പറയണേ. അത് കേട്ടിട്ട് ഇവനും കണ്ണി കണ്ട മരത്തിലേക്ക് കയറി നിന്നിട്ട് കൊത്തിവായിട്ട് സങ്കല്പിച്ച് പിന്നെ അതിൽ കൊത്താൻ തുടങ്ങും. നമ്മുടെ കൊത്തിച്ചക്കനീ കൊത്തിപ്പെണ്ണിനെ ഓർക്കണ സമയത്തെല്ലാം, മിസ് ചെയ്യണ സമയത്തെല്ലാം ഇവൻ ആ മരത്തിൽ ചെന്നിരുന്ന് കൊത്താൻ തുടങ്ങും. കൊത്തി ഇവന്റെ വിഷമമില്ലാൻ അവൻ അങ്ങ് മറക്കണേ. ചില പെണ്ണുങ്ങളുണ്ടല്ലോ ഇതേപോലെ ചെറുക്കന്മാരെ കൊത്തി നോക്കണവര്. ചെറുക്കന്മാര് കൊത്ത് സഹിക്കാണ്ട് ഇട്ടിട്ട് പോയവരുണ്ട് ഇതിൽ. അപ്പൊ ആ പെണ്ണുങ്ങളും ഇതേപോലെ നമ്മളെ കൊത്തിച്ചേർക്കണ ഓർമ്മ വരുന്ന സമയത്ത് അവരും പോയി കൊത്തും. അതിനുശേഷം പിന്നെ എല്ലാരും ഇങ്ങനെ ഓർമ്മ വരുമ്പോ ഇവര് ഈ മരത്തിൽ ചെന്നിരുന്ന് കൊത്തും. അപ്പൊ അതിനുശേഷമാണ് ഇവർക്ക് ഇങ്ങനെ കൊത്തി മരം കൊത്തി എന്നുള്ള ഒരു പേര് വന്നു. അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, മരം കൊത്തി പിള്ളേരും ഉണ്ടല്ലോ? അത് അറേഞ്ച് മാരേജ്. അതായത് ഈ മരം കൊത്തികളുടെ വീട്ടുകാരെ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടാണ് ഈ മരം കൊത്തി പിള്ളേരൊക്കെ. എന്നാലും അവർക്ക് എക്സിന് ഓർമ്മ വരുമ്പോഴത്തേക്കും പോയി കൊത്തണ്ടേ. ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സിന് ഓർമ്മ വരുമ്പോ അവര് പോയി കൊത്തും. അപ്പൊ ഈ മരം കൊത്തികൾക്ക് വേണ്ടിട്ട് ഒരു പാട്ടുണ്ട്, അതുകൂടെ ഞാൻ നിനക്ക് പാടിത്തരാം. മരം കണ്ടാൽ തുളയിടും മരം കൊത്തിയേ, മരം കണ്ടാൽ തുളയിടും മരം കൊത്തിയേ. കൊത്തി തുളയിടും മരം കൊത്തിയേ. ഒന്ന് കൊത്തിക്കോട്ടെ ഞാൻ, തുളയിട്ടോട്ടെ ഞാൻ, നിനക്കെന്തഴകാ മരമേ, നിന്നെ ഞാൻ തുളയ്ക്കും മരമേ, എന്നുമെന്തടിച്ചീ മരമേ. മരം കണ്ടാൽ തുളയിടും മരം കൊത്തിയേ. എന്റെ പാട്ട് ഞാൻ എല്ലാം മരം കൊത്തികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ശരിക്കും മരം കുത്തി എന്നുള്ള പേരെങ്ങനെ വന്നു, മരം കുത്തിക്ക് എങ്ങനെ കൊത്തണ ശീലം വന്നു എന്നുള്ളതിന്റെ ഒരു ഇത്. എന്റെ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ഡൗട്ട് അങ്ങ് മാറി കിട്ടി.